നിങ്ങൾ കാണുന്നത് വെറുമൊരു തീവണ്ടിയല്ല, ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഒരു ഇതിഹാസമാണ്. ഇതാ 11121 എന്ന ഡീസൽ ലോക്കോമോട്ടീവ്. അതിന്റെ രൂപം ശ്രദ്ധിക്കുക. സാധാരണ ലോക്കോകളിൽ നിന്ന് വ്യത്യസ്തമായി ഒഴുക്കൻ രൂപത്തിലുള്ള ഈ ഡിസൈൻ വേഗതയുടെയും ശക്തിയുടെയും പ്രതീകമായിരുന്നു. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ വേറിട്ടുനിന്ന ഒരു ഡീസൽ ലോക്കോമോട്ടീവാണ് 11121 WDM-3D. സാധാരണ ഡീസൽ ലോക്കോകളിൽ നിന്ന് വ്യത്യസ്തമായ രൂപകൽപ്പനയും സാങ്കേതികവിദ്യയും ഇതിനെ റെയിൽവേ പ്രേമികളുടെ പ്രിയങ്കരനാക്കി. അദ്വിതീയമായ രൂപകൽപ്പന. സാധാരണ WDM-3D ലോക്കോമോട്ടീവുകൾക്ക് ബോക്സ് പോലുള്ള ഒരു രൂപമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 11121 അമേരിക്കൻ നിർമ്മിത EMD WDP-4 ലോക്കോമോട്ടീവിനോട് സാമ്യമുള്ള എയറോഡൈനാമിക് ക്യാബായിരുന്നു. വായുവിനെ കീറിമുറിച്ച് വേഗത്തിൽ മുന്നോട്ടു പോകാൻ സഹായിക്കുന്ന ഈ രൂപം കാരണം ഇതിനെ ദൂരെ നിന്ന് തന്നെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നു. രൂപത്തിൽ മാത്രമല്ല, സാങ്കേതികവിദ്യയിലും 11121 മുന്നിട്ട് നിന്നു. വീൽ സ്ലിപ്പ് പോലുള്ള പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും സഹായിക്കുന്ന മൈക്രോ പ്രോസസർ യൂണിറ്റ് ഇതിനുണ്ടായിരുന്നു. ഇത് ലോക്കോമോട്ടീവിന്റെ പ്രകടനം മെച്ചപ്പെടുത്തി. ഡ്രൈവർക്ക് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ ഇതിന്റെ ക്യാബിൻ പുനഃരൂപകൽപ്പന ചെയ്തിരുന്നു. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇതിലുണ്ടായിരുന്നു. ഈറോ ഡീസൽ ഷെഡിന്റെ ED ഭാഗമായിരുന്ന 11121 ദീർഘദൂര സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനുകൾ വലിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. അതിന്റെ വേഗതയും ശക്തിയും കാരണം റെയിൽവേ പ്രേമികൾ ഇതിനെ ഫാസ്റ്റ്ബക്ക് എന്ന് സ്നേഹപൂർവ്വം വിളിച്ചു. ഈറോഡ് ഷെഡിന്റെ അഭിമാനമായി സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾക്ക് കരുത്തു പകർന്ന് ഇന്ത്യൻ പാതകളിലൂടെ അത് കുതിച്ചുപാഞ്ഞു. ഓരോ യാത്രയും അതിനൊരു പുതിയ കഥയായിരുന്നു. എന്നാൽ കാലം മുന്നോട്ടു പോകുമ്പോൾ ഈ ഇതിഹാസവും ഒരു ഓർമ്മയായി മാറി. 2024 ഈ ലോക്കോമോട്ടീവ് യാത്ര അവസാനിപ്പിച്ചു. എങ്കിലും റെയിൽവേ പ്രേമികളുടെ മനസ്സിൽ ഈ ലോക്കോമോട്ടീവ് ഒരു സുവർണ അധ്യായമായി എന്നും നിലകൊള്ളും. വർഷങ്ങളോളം ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാനമായിരുന്ന ഈ ലോക്കോമോട്ടീവ് തന്റെ സേവന കാലാവധി പൂർത്തിയാക്കിയ ശേഷം 2024 പൊളിച്ചുമാറ്റപ്പെട്ടു. എങ്കിലും റെയിൽവേയുടെ ചരിത്രത്തിൽ 11121 എന്ന പേര് എന്നും ഒരു തിളക്കമുള്ള ഓർമ്മയായി നിലകൊള്ളും. ഈ ലോക്കോമോട്ടീവ് കേരളത്തിലെ പല ട്രെയിനുകൾക്കും ശക്തി പകർന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് ബംഗളൂരു, ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിലേക്ക് പോകുന്ന എക്സ്പ്രസ് ട്രെയിനുകൾ വലിക്കാൻ തൃശൂർ, എറണാകുളം, തിരുവനന്തപുരം തുടങ്ങിയ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം ഈ ലോക്കോമോട്ടീവ് എത്തിയിട്ടുണ്ട്. കേരളത്തിലൂടെയുള്ള യാത്രകളിൽ പലപ്പോഴും ഇതിന്റെ ഫോട്ടോകളും വീഡിയോകളും റെയിൽവേ പ്രേമികൾ പകർത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം, മുംബൈ നെത്രാവതി എക്സ്പ്രസ് പോലുള്ള ട്രെയിനുകൾക്ക് 11121 ശക്തി പകർന്നിട്ടുള്ള വീഡിയോകളും ചിത്രങ്ങളും ലഭ്യമാണ്. ഇത് കേരളത്തിലെ റെയിൽവേ പാതകളിൽ ഇതിന്റെ സാന്നിധ്യം ഉറപ്പിക്കുന്നു.